ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യം. ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പോകുന്നവര് എപ്രകാരമുള്ളതാണ് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറയാണ് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പോകുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അത്ഭുതങ്ങളിലേക്ക്, അല്ലെ? അത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ ജീവിതത്തില് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം ദൈവസന്നിധിയിൽ വരുന്ന വ്യക്തികളായിട്ട് മാറുക. എനിക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം മതി. അങ്ങനെയുള്ളവരെ കുറിച്ച് വചനം എന്താ പറയുന്നത്? അവര് ദുഷിച്ചതും അവിശ്വസ്തതയുള്ളവരുമാണ്. അവരുടെ ജീവിതത്തില് ഒരിക്കലും വിശ്വാസമില്ല, മറിച്ച് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? തങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടണം, തങ്ങളുടെ ജീവിതത്തില് അത്ഭുതങ്ങൾ നേടിയെടുക്കണം. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഈ ഒരു വിഭാഗത്തിൽ പെട്ടുപോകുന്നുണ്ട്, അല്ലെ? അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇന്ന് ഓടുകയാണ്. എനിക്ക് വേണ്ടത് അത്ഭുതങ്ങളാ, എനിക്ക് വേണ്ടത് അടയാളങ്ങളാ. എന്റെ ജീവിതത്തിലെ എന്റെ നിരാശ മാറിക്കിട്ടണം, കടബാധ്യതകൾ മാറിക്കിട്ടണം, രോഗങ്ങൾ മാറിക്കിട്ടണം, എനിക്ക് നല്ലൊരു ജോലി കിട്ടണം. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഇവിടെ ഒരിക്കലും യഥാർത്ഥ വിശ്വാസം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ജീവിതത്തില് നേടാനായിട്ട് സാധിച്ചില്ല എങ്കിൽ, ദൈവം തന്നില്ല എങ്കിൽ തമ്പുരാനെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നത്. കാരണം യഥാർത്ഥ വിശ്വാസം എന്റെ ജീവിതത്തില് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അത്ഭുതങ്ങൾ ലഭിച്ചില്ല എങ്കിൽ തമ്പുരാനെ കുറ്റം പറഞ്ഞ് പ്രാർത്ഥന നിർത്തി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഏറി വരിക. കാരണം എന്താ? ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് ലഭിച്ചില്ല, വിശ്വാസമില്ല, അത്ഭുതം നേടാനായിട്ട് സാധിച്ചില്ല, കിട്ടിയില്ല. അതുകൊണ്ട് തമ്പുരാനിൽ നിന്ന് മാറി നിൽക്കുകയാണ്, വിശ്വാസം ഉപേക്ഷിച്ച് കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർക്കുക, നിന്റെ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കില്ല. അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം നീ പ്രാർത്ഥിച്ചാല് ആ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപില് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നീ പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിച്ചാല് നിന്റെ ജീവിതത്തില് നിനക്ക് വേണ്ടത് നിന്റെ ദൈവത്തിനറിയാം. അവൻ നിന്റെ ജീവിതത്തില് നിനക്ക് വേണ്ടത് കൃത്യസമയത്ത് നിനക്ക് പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ആഴമായ വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കാം. അവന്റെ സന്നിധിയെ വിശ്വാസത്തോടുകൂടി കടന്നു വരാനായിട്ട്, നമ്മുടെ ആവശ്യങ്ങൾ വിശ്വാസത്തോടുകൂടി ദൈവഹിതത്തിന് സമർപ്പിക്കാനായിട്ട്, എപ്പോഴും ദൈവത്തോട് ചേർന്നിരുന്ന് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.